നടന്മാർക്കെതിരായ പരാതിയിൽ താരസംഘടനയായ അമ്മ ഓഫീസിൽ വീണ്ടും പോലീസിന്റെ പരിശോധന. കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ കണ്ടെത്താനായിരുന്നു പരിശോധന. ഇടവേള ബാബുവിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ടോ? KP ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെയും അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ എത്തിയിരുന്നു. പ്രധാനമായും ഈ പരാതിക്കാർ നൽകിയ പരാതികളിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അംഗത്വം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് നടന്മാരിൽ നിന്നും ഒപ്പം ഈ അമ്മ ഭാരവാഹികളായ ചില ആളുകളിൽ നിന്നും എല്ലാം തന്നെ മോശം പെരുമാറ്റം ഉണ്ടായത് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രധാനമായും ഇടവേള ബാബുവിനെതിരെ ഉയർന്ന പരാതിയും അതുതന്നെയായിരുന്നു. അംഗത്വത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ തന്നോട് മോശമായി പെരുമാറി എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അംഗത്വ രജിസ്റ്റർ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. ഇടവേള ബാബുവിനെതിരെ ഉള്ള അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘമാണ് ഇന്ന് അമ്മ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്. എറണാകുളം നോർത്ത് പോലീസായിരുന്നു കേസെടുത്തിരുന്നത്. അത് ആലുവ സ്വദേശിയായ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 376 വകുപ്പ് പ്രകാരം കേസെടുത്തു. ജാമ്യമില്ലാത്ത വകുപ്പാണ്. അതേസമയം തന്നെ നടിയുടെ പരാതിയിൽ മറ്റു നടന്മാർക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച അന്വേഷണം നടക്കുന്നതിനിടയിലാണ് താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ തന്നെ രണ്ടാം തവണയും പ്രത്യേക അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. ഈ വിവാദങ്ങൾക്ക് ശേഷം, ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനു ശേഷം അമ്മ ഓഫീസിൽ കൂടുതലായി ആരും എത്താറില്ല. ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഓഫീസ് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഭാരവാഹികളടക്കം ആരും തന്നെ ഓഫീസിലേക്ക് എത്താറില്ല. പിന്നീട് നിർണായക യോഗങ്ങൾ ഒന്നും തന്നെ അമ്മ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുമില്ല. ഓൺലൈനിലൂടെയായിരുന്നു മറ്റ് യോഗങ്ങളെല്ലാം തന്നെ ചേർന്നിരുന്നത്. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഈ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. KP ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.